റോഡിന്റെ ഡിസൈൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഡിസൈനിലോട്ട് കടന്നത്. ബാങ്കിങ് ഓഫ് റോഡ്. അപ്പൊ ബാങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വളവാണ് ഒരു ഇന്നർ ഭാഗമുണ്ട്. ഇപ്പൊ അതിന്റെ ഇന്നർ ഭാഗത്തെ താഴ്ത്തിയും ഔട്ടർ ഭാഗത്തിനെ കുറച്ച് ഉയർത്തിയും, അതായത് എലിവേറ്റഡ് ആയിട്ടും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു റോഡിനെയാണ് നമ്മൾ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അതായത് റോഡിന്റെ ഒരു ചരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ ഇന്നർ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇപ്പം ഈ ഫോട്ടോയിലാണെങ്കിൽ ആ ഒരു വൈറ്റ് കാർ പോകുന്ന അതാണ് ഇന്നർ ഭാഗം അല്ലേ. പിന്നെ ആ ഒരു ഗ്രീൻ കാർ പോകുന്നതാണ് അതിന്റെ ഒരു ഔട്ടർ ഭാഗം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇന്നർ സൈഡ് താഴ്ന്നാണ് ഇരിക്കുന്നത്, എന്നാൽ ഔട്ടർ ഭാഗം എങ്ങനെയാണ് എലിവേറ്റഡ് ആയിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്നു അല്ലേ. കാണുന്നില്ലേ ആ ഒരു ഗ്രീൻ കാർ പോകുന്നിട കുറച്ച് ഉയർന്ന രീതിയിലാണ്, എലിവേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. മറ്റേ ഈ ഒരു വൈറ്റ് കാർ പോകുന്ന അവിടെ എങ്ങനെയാണ് ഇന്നർ ഭാഗമാണ്, അത് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ ഇതിലൂടെ വാഹനം കടന്നു പോകുമ്പോൾ വാഹനത്തിനും ഒരു ചരിവുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ സ്കിഡ് ചെയ്യാനുള്ള ഒരു പ്രവണതയും അല്ലെങ്കിൽ വളവ് തിരിയുമ്പോഴത്തേക്ക് അപകട സാധ്യതയൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണെങ്കിൽ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ സേഫ് സ്പീഡ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പം ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, ദ ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് ഈസ് റൈസ്ഡ് ഓവർ ദ ഇന്നർ എഡ്ജ്. ഇന്നർ എഡ്ജിനേക്കാളും കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ഔട്ടർ എഡ്ജ് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ബാങ്കിങ് ഓഫ് റോഡിന്റെ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ ഇവിടുത്തെ മാക്സിമം വെലോസിറ്റി എങ്ങനെയാണ്, സേഫ് വെലോസിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ആ ഒരു വളവാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ലോപ്പാണ്, ആ ഒരു ബാങ്കിങ് ആംഗിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്നറും ഔട്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ, അത് നമുക്ക് ബാങ്കിങ് ആംഗിൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു കാറിന് വരയ്ക്കാം. ഈ ഒരു വളവിൽ കൂടി വരുന്ന ഒരു കാറിനുള്ള രീതിയിൽ ഒരു കാറിന് വരയ്ക്കാം. കാറിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. അപ്പൊ കാറിന്റെ മാസ് എം ആണ്. അപ്പൊ നമുക്കറിയാം അത് താഴോട്ട് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് താഴോട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് ആ താഴോട്ടുള്ള ഫോഴ്സ് വരയ്ക്കാം. അപ്പൊ താഴോട്ട് ഉള്ള ഫോഴ്സ് വരയ്ക്കുകയാണ് എം ജി അല്ലെ. താഴോട്ട് എർത്ത് കൊടുക്കുന്ന ഫോഴ്സ് ആണ് എം ജി. ഓക്കെ. അപ്പൊ അതിന്റെ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ മുകളിലുണ്ടാവും. അപ്പൊ നമുക്ക് എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ആ എൻ നമ്മൾ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോണ്ടാക്ടിങ് സർഫസ്, അതായത് ഇത് കാറാണ്, ഇത് റോഡല്ലേ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആ കോണ്ടാക്ടിങ് സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഈ കാറിന് പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിലാണ് ആ ഒരു റിയാക്ഷൻ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് വരയ്ക്കാം. അപ്പൊ നമ്മുടെ ഈ കോണ്ടാക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ നോർമൽ റിയാക്ഷൻ വരച്ചു, നമ്മൾ എൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അതെ രണ്ട് ഫോഴ്സ് നമ്മളിപ്പോൾ വരച്ചു, എം ജിയും വരച്ചു, എന്നും വരച്ചു. നമുക്കറിയാം എം ജി ഈക്വൽ ടു എന്താണ്, എൻ ആണ് അല്ലേ. അത് നമുക്ക് എഴുതാം, എം ജി ഈക്വൽ ടു എൻ ആണ്. ഓക്കെ. ഇനി നമുക്കിവിടെ നോർമൽ ഈ ഒരു വെക്ടർ നോക്കുമ്പോൾ ഇതൊരു ചരിഞ്ഞൊരു വെക്ടർ ആണല്ലേ. നമുക്കറിയാം ഒരു ചരിഞ്ഞൊരു വെക്ടർ ആണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഒരു ചരിഞ്ഞൊരു വെക്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും ഇതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട്, വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ കമ്പോണന്റ് നമ്മൾ സൈനിലാണ് എഴുതുന്നത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ കോസിന്റെ ടേംസിലാണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതും ഒരു ചരിഞ്ഞൊരു വെക്ടർ ആണ്. നമുക്ക് ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. സൈൻ കമ്പോണന്റ് ആയിട്ടും കോസ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്തെടുക്കാം. അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ അറിയണം. എവിടെയാണോ ആംഗിൾ വരുന്നത് അല്ലെങ്കിൽ തീറ്റ വരുന്നത്, ആ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന വെക്ടർ ആണ് നമ്മൾ കോസ് കമ്പോണന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന വെക്ടറിനെ നമ്മൾ കോസ് കമ്പോണന്റ് ആയിട്ട് എഴുതും. തീറ്റയ്ക്ക് കുറച്ച് മാറി കിടക്കുന്ന ആ ഒരു കമ്പോണന്റ് നമ്മൾ സൈൻ കമ്പോണന്റ് ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഒരു കമ്പോണന്റ് നമ്മൾ ഇതേ മേലോട്ട് വരച്ചു, ഒരു കമ്പോണന്റിനെ മേലോട്ട് വരച്ചു. ഇനി നമുക്ക് മറ്റൊരു കമ്പോണന്റിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്തേനെ. ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും വരച്ചു, ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും വരച്ചു. ഇവിടെയാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിള്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് തീറ്റ. അപ്പോൾ ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന വെക്ടറിനെ നമ്മൾ കോസിന്റെ ടേമിലാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ഇവിടുത്തെ വെക്ടറിന്റെ പേര് എൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എൻ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി തീറ്റയ്ക്ക് ഫാറായിട്ട് കിടക്കുന്നത് ഇതാണ്. നമുക്ക് അവിടെ എന്ത് എഴുതാം, എൻ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻ എന്ന് പറയുന്ന ചരിഞ്ഞ വെക്ടറിനെ നമ്മൾ രണ്ടാക്കി മാറ്റി അല്ലേ. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചരിഞ്ഞ വെക്ടർ നമ്മൾ രണ്ടാക്കി മാറ്റി. ഇവിടെ ആയിരുന്നു തീറ്റ, അതുകൊണ്ട് ഈ കമ്പോണ്ട് നമ്മൾ എൻ കോസ് തീറ്റ എന്ന് കൊടുത്തു. ഈ തീറ്റയ്ക്ക് അകലെ കിടക്കുന്ന കമ്പോണ്ടിനെ നമ്മൾ എൻ സൈൻ തീറ്റ എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ ഇതുവരെ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് ഫോഴ്സ് ആണ് പരിചയപ്പെട്ടു. ഒന്ന് താഴോട്ടുള്ള ഒരു എം ജി എന്ന് പറഞ്ഞ ഫോഴ്സ്, പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ് എൻ. നമ്മൾ അതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിച്ചു വെച്ചു, എൻ കോസ് തീറ്റ എന്നും എൻ സൈൻ തീറ്റ എന്നും പറഞ്ഞ് രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിച്ചു വെച്ചു. ഇനി മൂന്നാമതൊരു ഫോഴ്സും കൂടി ഇവിടെ ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ് ഇല്ലേ, ഈ സർഫസിന് പാരലായിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് പാരലായിട്ട് ഇവിടെ നിന്ന് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരയ്ക്കാം, ഈ സർഫസിന് പാരലൽ. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ വരച്ചു.
അപ്പോൾ ഈ ഒരു സർഫസിന് പാരലായിട്ട് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും വരച്ചു. അപ്പോൾ ഇതേ നോക്കിയേ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചരിഞ്ഞൊരു വെക്ടറാണ് അല്ലേ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചരിഞ്ഞൊരു വെക്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ ചരിഞ്ഞ വെക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം അല്ലേ, ഇങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം. തീറ്റയുടെ അടുത്ത് കിടക്കുന്നതിന് നമ്മൾ കോസ് കമ്പോണൻ്റ് ആക്കുന്നു, തീറ്റയ്ക്ക് ഫാറായി കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ കമ്പോണൻ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഇവിടെയാണ്, തീറ്റ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്, ഒരു കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്, അതുപോലെ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ, ഇത്. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പോണൻറ്റ്, ഒന്ന് ഇതും ഒന്ന് ഇതും. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, കോസ് കമ്പോണൻറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് കോസ് തീറ്റ എന്ന് എഴുതാം, എഫ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ. ഫാറായിട്ട് കിടക്കുന്നതിന് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, എഫ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനെ നമ്മൾ ചരിഞ്ഞൊരു വെക്ടറായിട്ട് രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഒന്നെന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്, ഇവിടെയുള്ളത് തീറ്റയുടെ ഫാറായുണ്ട് എഫ് സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ ഫോഴ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് അതിനേക്ക് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ ഫിഗറിൽ 3 ഫോഴ്സ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് താഴോട്ട് എം ജി എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, മുകളിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ 3 ഫോഴ്സാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഓരോ ഫോഴ്സിനെയും നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഫോഴ്സിനെ നോക്കാം. അതായത് ഇപ്പോൾ ഇത് അല്ലേ, എൻ കോസ് തീറ്റയും എൻ കോസ് തീറ്റ മുകളിലോട്ടാണ്, താഴോട്ട് ഏതൊക്കെയുണ്ട്, എഫ് സൈൻ തീറ്റയും ഉണ്ട്, എം ജിയും ഉണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ എൻ കോസ് തീറ്റ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി ആണ് അല്ലേ. എഫ് സൈൻ തീറ്റയും എം ജിയും കൂടെ ചേരുന്നതാണ് എൻ കോസ് തീറ്റ. കാരണം നമുക്ക് ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ അറിയാം, അതിൻ്റെ ഓരോ റിയാക്ഷന് ഓരോ ആക്ഷനും റിയാക്ഷൻ ഉണ്ടാവും, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എൻ കോസ് തീറ്റ ഈക്വൽ ടു എൻ കോസ് തീറ്റ, അതായത് മുകളിലേക്കുള്ള ഈ ഫോഴ്സ് എൻ കോസ് തീറ്റ പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്, താഴോട്ടുള്ള ഈ എഫ് സൈൻ തീറ്റയും എം ജിയും കൂടെ ചേരുന്നതാണ്. നമുക്ക് എഴുതാം എൻ കോസ് തീറ്റ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഓക്കെ, ഇനി നമുക്ക് ഈ എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷൻ ആണ്. എഫ് നമുക്കറിയാം, എഫിൻ്റെ ജനറൽ ഫോർമുല നമുക്കറിയാം, മ്യൂ ഇൻറ്റു എൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എൻ കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ എൻ സൈൻ തീറ്റ പ്ലസ് എം ജി. ഓക്കെ, നമുക്ക് ഇനി ഇപ്പുറത്തോണ്ട് വരാം. എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എൻ സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. എൻ കോമൺ കൂടി എടുക്കാം, ഈ രണ്ട് ടേമിന് എൻ കോമൺ എടുക്കാം. എൻ ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ മുകളിലോട്ടുള്ള ഈ വെർട്ടിക്കൽ ഫോഴ്സിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഈ മേളിലോട്ടുള്ള എൻ കോസ് തീറ്റയും താഴോട്ട് വരുന്ന ഈ എഫ് സൈൻ തീറ്റ പ്ലസ് എം ജിയും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 എത്തിയത്. ഇനി നമുക്കറിയാം ഈ ഒരു കർവ് തിരിയുമ്പോൾ അവിടെ ഒരു സർക്കുലർ മോഷനാണ്. അപ്പോൾ അവിടെ എന്ത് വേണം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ സിറ്റുവേഷനിലും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഓരോ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള സെൻറ്ററിലേക്ക് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അല്ലേ. സെൻറ്ററിലോട്ട് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്, ഇതിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റയാണ് എന്ത് കൊടുക്കുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേറ്റ് ചെയ്തൂടെ, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് എഴുതാം എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ആണല്ലോ, ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ഇവിടെ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എഫിന് നമുക്ക് എന്ത് കൊടുക്കാം, മ്യൂ ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. മാറ്റി എഴുതാം എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എൻ കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. നേരത്തെ പോലെ എൻ കോമൺ ചെയ്യുക. എൻ കോമൺ ചെയ്താൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പം ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഈ രണ്ട് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്തിട്ടാണ്. രണ്ടാമത് നമ്മൾ ഇക്വേഷൻ എഴുതി തുടങ്ങിയത് എങ്ങനെയായിരുന്നു, ഇവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഏതാണെന്നുള്ളത് നോക്കി. സെൻറ്ററിലേക്കുള്ള ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ആണ്. അത് ഏതിന് ഈക്വലായിട്ട് എഴുതി, സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനും എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് എഴുതാം സെക്കൻഡ് ഇക്വേഷൻ n ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ഫസ്റ്റ് ഇക്വേഷൻ്റെ LHS എന്ന് പറയുന്നത് n ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. അതുപോലെ RHS, സെക്കൻഡ് ഇക്വേഷൻ്റെ RHS എന്ന് പറയുന്നത് mv²/r ആണ്. ഫസ്റ്റ് ഇക്വേഷൻ്റെ RHS എന്ന് പറയുന്നത് m ഇൻറ്റു g ആണ്. ഓക്കെ, അപ്പോൾ അതെ ഈ എന്നും ക്യാൻസലായി. പിന്നെ ഇവിടുത്തെ എമ്മും ഈ എമ്മും ക്യാൻസലായി. ബാലൻസ് നമുക്ക് എഴുതാം സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ ഈക്വൽ ടു v² ഡിവൈഡഡ് ബൈ RG. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു LHSൻ്റെ പാർട്ടിനെ രണ്ട് സൈഡിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഒരു ടേമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ താഴെ കിടക്കുന്ന ഈ ടേമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് ടേം ബൈ ടേം ആയിട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് വരും? ടാൻ തീറ്റ വരും അല്ലേ. പ്ലസ് മ്യൂ കോസ് തീറ്റ ബൈ കോസ് തീറ്റ, കോസ് തീറ്റയും ക്യാൻസലായി, ബാലൻസ് മ്യൂ മാത്രം വരും. എഴുതി. താഴെ കിടക്കുന്നതിൽ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ്, മൈനസ് മ്യൂ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? മ്യൂ ടാൻ തീറ്റ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് v²/RG. ഓക്കെ, ഇനി നമുക്ക് v² മാത്രമായിട്ട് എഴുതാം. ഈ ഇക്വേഷനിൽ നിന്ന് v² എഴുതാം. v² ഈക്വൽ ടു നമുക്ക് കിട്ടും RG ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ v² മാത്രമായിട്ട് ടേമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണ്ടത് വെലോസിറ്റിയാണ്. v² ആണ് കിടക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കിട്ടണമെങ്കിൽ റൂട്ട് എടുത്താൽ മതി അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് R ഇൻറ്റു G ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിൻ്റെ ഒപ്റ്റിമം വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം അതിന് സേഫ് ആയിട്ടുള്ള ഒരു സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. റൂട്ട് ഓഫ് RG ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അപ്പോൾ ഈ ഒരു സ്പീഡിലാണെങ്കിൽ ഇത് സേഫ് സ്പീഡാണ്. ബാങ്ക്ഡ് റോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? കാർ അല്ലെങ്കിൽ വെഹിക്കിളിന് നമുക്ക് സ്കിഡൊന്നും ചെയ്യാതെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ബാങ്ക്ഡ് റോഡിൻ്റെ സേഫ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കുക. 3 ഫോഴ്സ് എവിടെ ഉള്ളൂ? ഒന്ന് താഴോട്ടുള്ള mg എന്ന് പറയുന്ന ഫോഴ്സ്, പിന്നെ മുകളിലോട്ടുള്ള നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷൻ ഫോഴ്സ്. എന്നിട്ട് നമ്മൾ അതിൽ ഓരോ കമ്പോണൻറ്റിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സേഫ് സ്പീഡ്, ഒരു ബാങ്ക്ഡ് റോഡിൽ ഒരു വെഹിക്കിളിന് വേണ്ട സേഫ് സ്പീഡാണ് അല്ലെങ്കിൽ സേഫ് വെലോസിറ്റിയാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ.